ഇപ്പം സമയം വൈകിട്ട് 4 മണിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയെന്ന് വെച്ചാൽ ഇപ്പം 4 മണീൻ്റെ പരിപാടി തുടങ്ങാൻ പോവാം. അപ്പം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതെന്ന് വെച്ചാൽ ബുദ്ധൻ്റെ അവിടെ ഞാൻ മൈപ്പിയിൽ കുത്തി വെച്ചതാണ്. വേറെ സ്പേസ് ഇല്ല. എനിക്ക് പേഴ്സണലായൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ ബെഡ്റൂമല്ലേ, അപ്പം അവിടെയാണ് ബുദ്ധനെ വെച്ചത്. ബുദ്ധനെ വെക്കാവോ എന്ന് എനിക്കറിയില്ല. അപ്പം അതിൽ മൈപ്പിയിലെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 4 മണിയിലെ പ്രോഗ്രാമിലേക്ക് തുടങ്ങാം. പക്ഷേ ഇന്ന് കുറച്ച് പണിയേ ഉള്ളൂ. ഇന്നാകെ ഒരു പുഴുക്ക് അങ്ങനത്തെ, അല്ലെങ്കിൽ പുഴുക്ക് കഞ്ഞി അങ്ങനത്തെ ഉണ്ട്. പിന്നെ പുഴുക്ക് അടിച്ചു വാരൽ, പിന്നെ കുറച്ച് തുടയ്ക്കൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രയൊക്കെ ഉള്ളൂ. ചായ കാപ്പി വെക്കൽ, ഇതൊക്കെയാണ് വൈകിട്ടത്തെ പ്രോഗ്രാം. നിങ്ങളെ വൈകിട്ടത്തെ പ്രോഗ്രാം എന്താണെന്ന് പറയുന്നത് നമുക്ക് പണിയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം കാപ്പി, അപ്പം നമുക്ക് കാപ്പി വെക്കാൻ പോകാം. അപ്പം നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ കാപ്പിപ്പൊടി, അപ്പം കാപ്പിപ്പൊടി ഇട്ടു. ആദ്യം തന്നെ കാപ്പിപ്പൊടി ഇടും. വെള്ളമാണ് അതിൻ്റെ ഉള്ളിൽ ഇടും. അപ്പം ഇതായി വരട്ടെ. ഇനി നമുക്ക് തീ കത്തിക്കാം. തീ കത്തിച്ചിട്ട് പുഴുക്കെല്ലാം വെക്കാം. ഇത് വെച്ചിട്ട് കായ ചെത്തം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗമാകും. ഇത് എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുന്നത്, എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. എന്നാലും കായും കുരുവാണ്, ചക്കക്കുരു, എന്നാൽ പുഴുക്കുണ്ടാക്കും. അപ്പോൾ തീയൊക്കെ കത്തിച്ച് ഇനി നമുക്ക് കായ്പുഴുക്ക് വെച്ചിട്ട് നമുക്ക് മിറ്റം അടിക്കാൻ പോകണം. അപ്പം മിറ്റം കുറേ ഉണ്ട്, ഇതെല്ലാം ചപ്പലായി കിടക്കുന്നത്. അപ്പം നമുക്ക് മിറ്റം അടിക്കാൻ നേരെ പോകണം. മിറ്റം എല്ലാം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുടയ്ക്കുകയുള്ളൂ. ഇന്ന് അങ്ങനത്തെ പ്രോഗ്രാമിങ്. അപ്പം മിറ്റം ഇത് പുറകു ഭാഗമാണ് അടുക്കള. ഇങ്ങനത്തെ ചൂല് നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഈ കുറ്റിച്ചൂലും അത് കുഞ്ഞു ചൂലും ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ പാളയില്ലേ, മറ്റേ നമ്മളെ കവുങ്ങിൻ്റെ അതിൻ്റെ വെച്ച് ഉണ്ടാക്കുന്ന ചൂലാണ്. ഇത് നല്ലൊരു ചൂലാണ് എടുക്കുക നമുക്ക് നല്ല. പിന്നെ ഞാൻ ഇങ്ങനെ എടുക്കും. ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഇനി ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് അടിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് ഭാഗവും കൂടി അടിച്ചാൽ മിറ്റം അടി കഴിഞ്ഞു. എന്നിട്ട് പുറകും കൂടി അടിച്ചു വന്നാൽ കഴിഞ്ഞു. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് മാങ്ങ ചെത്തി എല്ലാ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഈ മാങ്ങ പിന്നെ ഹസ്ബൻഡിൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയ്ക്കുമാണ്, ഏട്ടത്തിയമ്മയ്ക്കാണ്. അത് കഴിഞ്ഞ് ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞ്, വേസ്റ്റ് എടുത്തു പോകാൻ നേരത്തെ വീഡിയോ എടുക്കാൻ സമയമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വെച്ചാൽ ഈ വേസ്റ്റൊക്കെ നമ്മൾ വാഴേൻ്റെ ഇതിലിട്ടാൽ നല്ലൊരു വളമായിരിക്കും. വാഴേൻ്റെ അവിടെ ഇടുക. അപ്പം മാങ്ങയെല്ലാം ചെത്തിയ വേസ്റ്റ് എല്ലാം ഉണ്ട്, കായ ചെത്തിയും അതുമെല്ലാം. അപ്പം വീഡിയോ എടുക്കാൻ പറ്റുന്ന സമയത്തേ എടുക്കുന്നുള്ളൂ, ക്ലിയറായി എടുക്കാൻ പറ്റും. ഇനി നേരെ നമുക്ക് വെള്ളം വലിച്ചു വെക്കാം. എനിക്കെപ്പോഴും ബക്കറ്റ് നിറച്ചും എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കണം. അപ്പം വെള്ളം വലിച്ചു വെക്കാം ബക്കറ്റിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒതുക്കി ചേർക്കാം. തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഒക്കെ ഒതുക്കി ചേർക്കണ്ടേ കായ്ക്ക്, അതിന് വേണ്ടി ഒതുക്കി ചേർക്കാം. അതിന് ശേഷം നമുക്ക് തുടയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പാത്രം കഴുകാനുണ്ട്. പാത്രമെല്ലാം കഴുകി കഴിഞ്ഞാൽ കുറച്ചുണ്ട്, അതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് ഈ നമ്മളെ ഇതുണ്ടാകും കൈക്കൽ തുണി, അതിനെന്താ നിങ്ങൾ പറയുന്നതെന്ന് അറിയില്ല, അത് അലക്കണം. അത് കൊണ്ടുപോയി അലക്കി കഴിഞ്ഞിട്ട് അതങ്ങ് വിരിച്ചാൽ നമുക്ക് പണി. അത് ഇനി തുടയ്ക്കാൻ പോവാണ്. ഇനി ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഇത്ത വീഡിയോ തന്നെ ഇടുന്നതാണ്. കാരണം ഞാൻ മറന്നുപോയി. പിന്നെ എന്ത് ചെയ്യാനും അതിന് ബാക്കി പറയാനും എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാവുന്നതുകൊണ്ട് വേറെ പണീൻ്റെ തിരക്കിൽ മേളിലോ തുടയ്ക്കാൻ പോയി അങ്ങനെയെല്ലാം ചെയ്തപ്പോഴത്തേനും സമയം അങ്ങ് പിന്നെ ഓർത്തിട്ടില്ല. അത്രയേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇനി നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നന്നായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. ഫസ്റ്റത്തെ ഒരു പരീക്ഷണമാണ്.